ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വയലാർ രാമവർമ്മയുടെ സുന്ദരമായ ഒരു കവിതയുണ്ട്. കവിതയുടെ പേര് സത്യത്തിന് എത്ര വയസ്സായി. സത്യത്തിൻ്റെ പ്രായം ചോദിക്കുമ്പോൾ ക്രിസ്തുവിനെ പരിചയമുള്ള ആർക്കും നിസ്സംശയം പറയാൻ കഴിയും, സത്യത്തിന് ക്രിസ്തുവിൻ്റെ വയസ്സാണ്. സത്യം ക്രിസ്തുവിൻ്റെ കൂടപ്പിറപ്പാണ്. വിചാരണാ സമയത്ത് പീലാത്തോസ് ഇതേ ചോദ്യം ഈശോയോട് ചോദിക്കുന്നുണ്ട്, സത്യം എന്താണ്? അതിന് വ്യക്തമായൊരു മറുപടി ഈശോ കൊടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം സത്യം ഒരു ആൾ രൂപമായി മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ ദുഃഖവെള്ളിയാഴ്ചയിലെ പീഡാനുഭവ വായനയിലും ഇതേ ചോദ്യം നാം ഒരിക്കൽ കൂടി കേൾക്കും, എന്താവുന്നു സത്യം? പ്രിയപ്പെട്ടവരെ, സത്യത്താലുള്ള വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് സംസാരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം നമുക്കറിയാം, അതിമനോഹരമായ പൗരോഹിത്യ പ്രാർത്ഥനയാണ്. തൻ്റെ ശിഷ്യർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ഹൃദയസ്പർശിയായ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. അവിടെ പിതാവും താനുമായുള്ള ബന്ധം, അതേ കൂട്ടായ്മയിലേക്ക് തൻ്റെ ശിഷ്യരും സഭാസമൂഹവും കടന്നു വരണമെന്ന് ഈശോ അതിയായി അഭിലഷിക്കുന്ന, തൻ്റെ ആഗ്രഹങ്ങളെ ഈശോ പ്രകടിപ്പിക്കുന്ന രംഗമാണ് നാം വായിക്കുന്നത്. അവിടെ ഈശോ പറയുകയാണ്, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, സത്യത്താൽ എന്നെ വിശുദ്ധീകരിക്കുന്നു. സത്യവും ഈശോയും കൂടപ്പിറപ്പുകളാണെന്ന് നമുക്ക് എത്രയോ ഇടങ്ങളിൽ കണ്ടെത്താനായി കഴിയും. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഈശോ പ്രകാരം പറയുന്നുണ്ട്, അവിടുത്തെ വചനങ്ങളാണല്ലോ സത്യം. പിതാവായ ദൈവത്തിൻ്റെ വചനമാണ് ഈശോ എന്ന് യോഹന്നാൻ തൻ്റെ 1-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ പിതാവാകുന്ന സത്യത്തെ പിതാവിൻ്റെ വചനമായി മാറിയ പുത്രൻ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി. അത് തൻ്റെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ സത്യത്തിന് സാക്ഷി നൽകാനായിട്ട് തന്നെ തന്നെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തു. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എൻ്റെ വചനം കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യത്തോടുള്ള നമ്മളുടെ ബന്ധം, നമ്മുടെ ചങ്ങാത്തം, പാരസ്പര്യം, അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കാൻ ഈ നോമ്പുകാലത്ത് നാം കൂടുതലായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എവിടെയാണ്, ഏത് മലയിലാണ് ആരാധിക്കേണ്ടതെന്ന് സമരിയക്കാരി ചോദിക്കുമ്പോൾ അവൾക്ക് ഈശോ കൊടുക്കുന്ന മറുപടി എത്ര ഹൃദ്യമാണ്. ആ മലയിലും ഈ മലയിലുമല്ല, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. സത്യത്തോടുള്ള ബന്ധം, സത്യത്തോടുള്ള ഇഴപിരിക്കാനാവാത്ത ബന്ധം, അത് നമ്മളെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്നു, നമ്മളെ വിശുദ്ധീകരിക്കുന്നുവെന്ന് സുവിശേഷം സാക്ഷിക്കുകയാണ്. ഇനി ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഹെബ്രായർക്ക് എഴുതപ്പെടുന്ന ലേഖനം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ എപ്രകാരമാണ് തന്നെ തന്നെ പുരോഹിതനും ബലിവസ്തുവുമാക്കി മാറ്റിക്കൊണ്ട് അനന്യമായ സമാനതകളില്ലാത്ത ഒരു ബലി അർപ്പിച്ചതെന്ന് ലേഖനകർത്താവ് വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റാൻ വേണ്ടി ഇതാ ഞാൻ വന്നിരിക്കുന്നു. പിതാവിൻ്റെ ഹിതം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കാനായി പുത്രൻ തന്നെ തന്നെ ബലിവസ്തുവാക്കി, തന്നെ തന്നെ പുരോഹിതനാക്കി കാൽവരിയിൽ ബലിയർപ്പിക്കുമ്പോൾ അവിടെ ലേഖനകർത്താവ് എടുത്തു പറയുകയാണ്, അവിടുന്ന് എനിക്കൊരു ശരീരം നൽകിയിരിക്കുന്നു. ശരീരം ഈ ഭൂമിയുടെ ഇച്ഛകൾക്കനുസരിച്ച് വിട്ടുകൊടുക്കാനുള്ളതല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് അതിനെ സമർപ്പിക്കാനുള്ളതാണ്. അതാണ് തൻ്റെ ജീവിതം വഴി ഈശോ കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ശരീരങ്ങൾ, നമ്മളുടെ ബുദ്ധിവൈഭവങ്ങൾ, നമ്മുടെ കഴിവുകൾ, നാം വളർത്തിയെടുത്ത നന്മകൾ എല്ലാം പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൻ്റെ കൂട്ടുകാരായി, ചങ്ങാതിമാരായിട്ട് മാറുന്നത്. തൻ്റെ ശരീരത്തെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഈശോ ബലിയായിട്ട് അർപ്പിച്ചപ്പോൾ അത് മറ്റുള്ളവർക്ക് വിശുദ്ധീകരണത്തിന് കാരണമായിട്ട് മാറി. താൻ ചെയ്ത ആ പ്രവൃത്തികളെ മുഴുവനും ഈശോ ഒറ്റ വാക്കിൽ അടയാളപ്പെടുത്തുന്നത്, ഞാൻ അവർക്ക് വേണ്ടി
എന്നെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് സത്യത്താൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെന്നാണ്. സത്യം ബലിയർപ്പണത്തിന് തുല്യമാണ്. നമ്മുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയെല്ലാം നമ്മളെക്കാൾ നേരുള്ളവൻ്റെ മുൻപിൽ അടിയറ വെക്കുമ്പോഴാണല്ലോ സത്യം നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ മുൻഗണനകളെയും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കാൻ, നേരിൻ്റെ പാതയിൽ ചരിക്കാൻ, നേരിനോടുള്ള നമ്മുടെ ആഭിമുഖ്യങ്ങൾ വഴി മറ്റുള്ളവരെ രക്ഷയിലേക്ക്, വിശുദ്ധിയിലേക്ക് നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.